ഹലോ, നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പം ആദ്യം തൊട്ടേ തന്നെ ഒത്തിരിയും പേര് ഈ സ്റ്റിച്ച് ബോർഡ് അടക്കം ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എല്ലാവരോടും അതിനുള്ള ഇത് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള നന്ദി അറിയിക്കുകയാണ് എൻ്റെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിന്. ഇന്ന് നമ്മൾ 3 സ്റ്റിച്ചുകളാണ് പഠിക്കുന്നത്. അപ്പം പുതിയതായിട്ട് ഇന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ബാക്കിലോട്ടുള്ളതൊക്കെ ഒന്ന് നോക്കുക, എന്നാൽ അവർക്ക് ആ കൂടെ വരാനായിട്ടൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അഥവാ ഇതിൽ തുടങ്ങുന്നെങ്കിലും ഓക്കെ, ഇതിൽ തുടങ്ങുന്നതിലും ഓക്കെ, കുറച്ചൊക്കെ അറിയാവുന്നതൊക്കെ ഇതിൽ തൊട്ട് വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. എങ്കിലും പുറമേ ഉള്ള ബാക്കിലോട്ടുള്ളവരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈൻ ചെയ്യുമ്പം ഇന്ന സ്റ്റിച്ച് ഇന്നതായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാകണമെങ്കിൽ ബാക്കിലോട്ടുള്ളത് കാണുക. അപ്പോൾ വീഡിയോ ദീർഘിപ്പിക്കാതെ ഞാനിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് വരെയായിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. കൗച്ചിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റായിട്ട് വരുന്നതാണ് സ്റ്റിച്ചിൻ്റെ പേരാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പം ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നുള്ള പേര് വരാൻ കാരണം ഈ ബ്ലാങ്കറ്റുകളൊക്കെ ബ്ലാങ്കറ്റുകളുടെയൊക്കെ സൈഡ് അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന പേര് വരുന്നത്. ഞാനതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 ഇഴയിലാണ് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് 3 ഇഴ ത്രെഡിലാണ് ചെയ്യുന്നത്. അറ്റം കെട്ടി 3 ഇഴ ഇങ്ങനെ ജസ്റ്റ് കുത്തിയെടുത്ത് നമ്മൾ 2 ലൈനിലാണ് ഇത് വരയ്ക്കുന്നത്. നമ്മുടെ ഹെറിംഗ് ബോണൊക്കെ ചെയ്ത പോലെ 2 ലൈനിലാണ് ഇത് വരയ്ക്കുന്നത്. 2 ലൈൻ വരയ്ക്കുക. അവിടെ ഇങ്ങനെ 3 ഇഴ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത ശേഷം ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇനിയിപ്പോൾ നമ്മുടെ നേരെ താഴെയല്ല, സ്വല്പം ഇപ്പുറമായിട്ട് ഇങ്ങനെ താഴത്തെ ലൈനിൽ കുത്തുക. സ്വല്പം ഇപ്പുറമായിട്ട് താഴത്തെ ലൈനിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം ആ കുത്തിയതിൻ്റെ നേരെ മേളിലായിട്ട് കൊണ്ടുവന്ന് കുത്തി ഇറക്കി നിർത്തുക. ഇതുണ്ടേ, ഈ കുത്തിയത് നേരെ കണ്ടില്ലേ? ശേഷം വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വന്നു, കണ്ടില്ലേ? ഇങ്ങനെ വന്നു. ശേഷം ഇനി അടുത്ത കുത്തുന്നത് ഇതേപോലെ തന്നെ താഴെ കുത്തി അതിന് നേരെ തന്നെ മേളിൽ കുത്തി, കണ്ടോ? അപ്പം ഇങ്ങനെ ഇത് ഇച്ചിരി അടുപ്പിച്ച് വേണമെങ്കിലും ചെയ്യാം, അകത്തി വേണമെങ്കിലും ചെയ്യാം. ഈ ബ്ലാങ്കറ്റുകളൊക്കെ തയ്ക്കുമ്പോൾ വലിയ ബ്ലാങ്കറ്റുകളുടെയൊക്കെ ഫുള്ള് തയ്ക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഒത്തിരി അടുപ്പിച്ച് ചെയ്യാൻ അത് ഒത്തിരി പ്രയാസമാകും. അപ്പോൾ ഇത്രയൊക്കെ അകത്തി ഇതൊരു മിനിമം അകത്തലാണ്. ആ ഒരു രീതിയിൽ ചെയ്ത് പോകുന്നതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. കേട്ടില്ലേ? എന്നാൽ ഒരു ഭംഗിയുണ്ട് താനും. ഇനി ഇതിൻ്റെ യൂസുകളൊക്കെ ഞാൻ കാണിക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഓരോരോ വരയിട്ട പോലെ വെറുതെ പോകുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ വേഗം നമുക്ക് തയ്ച്ചെടുക്കുകയും ചെയ്യാം. എന്നാൽ മുകളിൽ ഇത്രയൊക്കെ കാണാനുണ്ട് താനും. നമ്മുടെ സ്റ്റിച്ച് ബോർഡ് അങ്ങ് തീർന്നു കേട്ടോ, തുമ്പലായി. സ്റ്റിച്ച് ബോർഡ് അടുത്തത് എടുക്കണം. അപ്പോൾ ഇനിയുള്ള അടുത്ത സ്റ്റിച്ചിന് ഞാനെന്നാൽ വേറെ പുതിയ സ്റ്റിച്ച് ബോർഡ് ചെയ്യാവേ. ഇനി ഇതിന് വരയ്ക്കുന്ന കഷ്ടമല്ല ഇതിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വിടുവാണേ. ഇപ്പം ഇത് സിമ്പിളല്ല, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാനെടുത്ത് കുത്തി കാണിക്കാം. ഇത് കണ്ടില്ലേ? അപ്പോൾ എപ്പോഴും ഈ ത്രെഡ് മേളിലോട്ട് ഇങ്ങനെ ഇടുക. ഈ ത്രെഡ് മേളിലോട്ട് കിടക്കുക. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇതെല്ലാം ഇൻഡെക്സിലൊന്ന് മുഴുവനൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇവിടെ വരെയും ചെയ്ത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ തീരുന്ന പോർഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുമല്ലോ. ഈ വലിച്ചെടുക്കുന്ന അവിടെ ഇവിടെ തന്നെ വെളിയിലോട്ടൊരു കുത്തുക. ഇങ്ങനെ അകത്തോട്ട് കുത്തിയിട്ട്, അപ്പോൾ നമ്മൾ തീരുമ്പോൾ ഇങ്ങനെ ലാസ്റ്റിലത്തെ പോർഷൻ ഇവിടെ ഇങ്ങനെ കുത്തി ഇറക്കി ഈ ബാക്കിൽ കൊണ്ട് ഒരു കെട്ടിട്ട് നിർത്തിയാൽ മതി. ഈ ബാക്കിൽ ഈ പോർഷനുമായിട്ട് കൂട്ടി ഒരു കെട്ടിട്ട് നിർത്തുക. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇവിടെ ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ബാക്കി വശത്ത് ഇങ്ങനെ ഒരു വരയിട്ട പോലെ ഇങ്ങനെ വരുവേ ഉള്ളൂ. അപ്പം ഇത് ചെയ്ത് ഒരു വർക്ക് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിസൈന് ഞാൻ ചുരിദാർ കാണിച്ചിരുന്നു. അന്നപ്പോൾ അത് ലേസി ഡേസിക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചിരുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വേറെ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ ഇത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യില്ല. ഇനി ഇപ്പം കാണുമ്പോൾ അത് ക്ലിക്കും. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ ഒരു ചുരിദാർ ചെയ്തിരുന്ന വർക്ക് നമ്മുടെ കഴിഞ്ഞ ലേസി ഡേസി പഠിപ്പിച്ച ആ ക്ലാസ്സിൽ കാണിച്ചിരുന്നു, ചുരിദാറിൽ ചെയ്തിരുന്ന വർക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ വള്ളിയായിട്ട് ചെയ്തിരുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഡിസൈനുകളായിട്ടൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. പിന്നെ 2-3 ഇടത്ത് വേറെ ഓരോ സാഹചര്യങ്ങളിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കൂടെ കാണിക്കാം. അത് കണ്ടില്ലേ, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത ഒരു ആനക്കുട്ടിയാണ്. കണ്ടോ? ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ നമുക്ക് ഡിസൈനുകൾ ചെയ്യാവുന്നതാണ്. ഇനി
ഇനിയിപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. എന്നാ ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. എന്നാൽ നമുക്കിനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കുത്തി നമ്മൾ അടുത്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് നമ്മൾ ഇത് ഇങ്ങനെ ഒരു കുത്തിയാൽ അത് നേരെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ മുകളിൽ കുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ഇച്ചിരി കൂടെ ചരിച്ച് ഏകദേശം ഇതിന് നേരെ തന്നെ തുടങ്ങി വെച്ചുകൊണ്ട് ഇച്ചിരി ചരിച്ചാണ് മേളിലോട്ട് കുത്തുന്നത്. ത്രെഡ് മറ്റേതിനിട്ടേക്കുന്ന പോലെ തന്നെ മേളിലേക്ക് ത്രെഡ് ഇടുകയാണ്. ഇങ്ങനെ കുത്തിയിറക്കി ഇത്രയും ചെയ്യുമ്പം മറ്റേ സാധാ ബ്ലാങ്കറ്റ് സ്റ്റിച്ചുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ചരിഞ്ഞിരിക്കുന്നു. മറ്റേ സ്ട്രൈറ്റ് ഇരിക്കുമ്പോൾ ഇത് ചരിഞ്ഞിരിക്കുന്നു എന്നൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് കുത്തുന്നത് നേരെ ഇത് ഇങ്ങോട്ടായിരുന്നേ. ഇനിയിപ്പം ഈ ഒരു വശത്തോട്ട് കുത്തി അതും നേരെ അല്ല ഇപ്പോൾ മോളിൽ കുത്തിയേക്കുന്നതിനോട് അടുപ്പിച്ചാണ് വരണ്ടേ. ഇത്ര ഇങ്ങനെ ചെയ്തു. ഇനി ചരിവിച്ച് കുറഞ്ഞു പോയി, ഇച്ചിരി കൂടെ ചരിച്ച് വരണം. ഞാൻ അടുത്ത് തന്നെ വരുമ്പോൾ ശരിയായിട്ട് കാണിക്കാം. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുത്തിയേക്കുന്നതിൻ്റെ അതിൽ തന്നെ കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് ചരിച്ച് കുത്തി. അപ്പോൾ ഇവിടെ ഒരു വി പോലെ വരണം, ഒരു ഷേപ്പ്. നല്ല ഒരു ത്രികോണം പോലെ ഷേപ്പ് കിട്ടണം. അടുത്തത് കുത്തുന്നത് ഇനി ഇങ്ങോട്ട് തന്നെ ചരിഞ്ഞ് ഇതിനടുത്ത് താഴ്വശം അകന്നും മുകൾവശം അടുപ്പിച്ചുമാണ് വരുന്നത്. ഇനി ഇങ്ങോട്ട് ചരിഞ്ഞ് സൂചി ഒന്ന് നൂല് വിട്ടുപോയി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് ചരിക്കുമ്പോൾ ഈ താഴ്വശം നമ്മൾ അകത്തി നീക്കി കുത്തുവാണ്, മുകൾ വശം ഇങ്ങോട്ട് അടുപ്പിച്ച് കുത്തുന്നത്. ഇതിങ്ങനെ സൂചി കണ്ടില്ലേ, സൂചിയെ തന്നെ നമ്മൾ ചരിവുണ്ടാകുക. ഇങ്ങോട്ട് കുത്തുമ്പോൾ ഇങ്ങനെ വരുന്നു. ശേഷം ഇത് അങ്ങോട്ടും കുത്തുക. അല്ലേ, ഇങ്ങനെയാണ് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇത് ഷോളിനൊക്കെ സൈഡിൽ തയ്ച്ചാൽ ഒരു ഭംഗിയുണ്ട്. ഞാനത് തയ്ച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നു. ഇതുകൊണ്ടും മറ്റേ ഇപ്പം ഞാൻ ചെയ്ത പോലെയുള്ള വർക്കുകൾ അല്ലാതെ സൈഡ് വേഴ്സൺ തയ്ക്കാനല്ലാതെ യൂസ് ചെയ്യാം. എങ്കിലും കൂടുതലും ഇതിപ്പോൾ നമ്മൾ ഈ ലോക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ ഡ്രസ്സുകളുടെയൊക്കെ അരികുകൾ ലോക്ക് ചെയ്യുമല്ലോ. ലോക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിന് അകത്തി തയ്ക്കുന്ന ഒരു രീതി ഇതല്ലേ ഇത്. അപ്പം ഇത് കൂടുതലും അതിനായിട്ട് യൂസ് ചെയ്യുമ്പം ഒരു രസമുണ്ട്. കാരണം നമുക്കല്ലാതെ ഇഷ്ടംപോലെ സ്റ്റിച്ചുകളുണ്ട്, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇനി ഇങ്ങോട്ട് ചരിച്ചാണ് കുത്തുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക. ആ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇച്ചിരി ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ ഇത് തയ്ക്കണമെങ്കിൽ നമുക്ക് സിമ്പിളാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരുത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരെണ്ണം കൂടെ ചെയ്യാനുള്ളതില്ല, ഞാനിത് ഇവിടെ കൊണ്ട് തന്നെ അങ്ങ് ക്ലോസ് ചെയ്യുവാണേ. കൂടുതൽ ചെയ്ത് കാണിക്കണ്ടല്ലോ, ഇനി വരെ ചെയ്ത് കാണിക്കണ്ടല്ലോ, ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ല, ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എല്ലാം ഈ ഇവിടെ കൊണ്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചെടുക്കുക. അത് തീർന്നു കഴിയുമ്പോൾ അങ്ങ് ഇങ്ങോട്ടും ഇവിടെ തന്നെ തീർന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ കുത്തിയെടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഈ പുറകിൽ കൊണ്ടുവന്ന് ത്രെഡ് അങ്ങ് ഊരി ഇവിടെ ഒരു കെട്ടിട്ടെടുക്കുക. കെട്ടിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അധികം ചെയ്യാൻ എൻ്റെ ത്രെഡ് ഇല്ലാഞ്ഞുകൊണ്ട്, അല്ലാതെ ഞാനത് ഇവിടെ വരെ ചെയ്ത് കഴിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഞാൻ പറഞ്ഞല്ലോ, ക്ലോസ്ഡ് എന്നല്ല, ഏത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും നമുക്ക് ഓരോന്നൊക്കെ, ഇപ്പോൾ സാരിയുടെ ആണെങ്കിൽ തുമ്പ് മടക്കി അടിക്കണമെന്ന് വെച്ചു, മടക്കി അടിക്കണം. സാരിയുടെ തുമ്പ് അല്ല ഷോളിൻ്റെ തുമ്പ് ഒക്കെ മടക്കി അടിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം നമുക്ക് ഈ ക്ലോസ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനപ്പോൾ ഈ ഒരു ക്ലോത്തിൽ അതെങ്ങനെയാണെന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇല്ലല്ലേ, ഇപ്പോൾ ഇതൊരു ടിപ്പല്ലേ, ഇതൊരു തുമ്പിൻ്റെ ഒരു വശത്ത്, തുമ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിക്കൊണ്ട് നമ്മളങ്ങ് ചെയ്യുക, മടക്കി അടിക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മടക്കിയതിൻ്റെ ഇതിനകത്ത് നമുക്കൊരു തുമ്പിൽ 3 നൂലിലാണ് എടുത്തേക്കുന്നത്. ഞാൻ അറ്റത്തൊരു കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ട് നമുക്ക് അകത്ത് വരണം, ഈ മടക്കിയതിനകത്ത്. കാരണം കെട്ട് നമുക്ക് വെളിയിൽ കണ്ടാൽ വൃത്തികേടല്ലേ. അപ്പോൾ ഈ കെട്ട് അകത്ത് വെച്ചുകൊണ്ട് ബാക്കി നമ്മൾ തയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. കെട്ടകത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ
ഒന്നുകൂടെ മടക്കി അകത്തോട്ട് വെച്ച് ഈ തുമ്പൊട്ടും കാണത്തില്ലാതെ വേണമെങ്കിലും എടുക്കാൻ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മടക്കുന്നേ ഉള്ളൂ, അല്ലേ പോട്ടെ. തുമ്പ് കാണത്തില്ലാത്ത പോലെ മടക്കി പിടിച്ച ശേഷം ക്ലോസ്ഡ് തയ്ക്കാവേ. അതോ ഏത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്ലോസ്ഡ് അല്ല ഇപ്പം പഠിപ്പിച്ചത്, അതുകൊണ്ട് ക്ലോസ്ഡ് കാണിക്കാം. ക്ലോസ്ഡ് വെച്ച് തയ്ക്കുമ്പോൾ ഇതുണ്ടല്ലേ, നമുക്ക് രണ്ട് വശവും കണ്ടാലും നല്ലതായിട്ടിരിക്കാവുന്ന പോലെ ഞാൻ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് വശവും കാണുമ്പോൾ ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റി വിടാം. പക്ഷേ അകത്തൂടെ ഞാൻ കയറ്റി വിടുന്നത്. ഇതിൻ്റെ ഈ മണ്ടയിൽ വന്നപ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ വലിച്ചെടുത്തു. ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഞാനിപ്പോൾ ഇതിന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇങ്ങോട്ട് ചരിച്ച് ഇവിടെ മണ്ടയിൽ കൊണ്ട് ഇങ്ങനെ കുത്തി. അപ്പോൾ ഒരു ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു, ഒരു ക്ലോസ്ഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും ഇങ്ങനെ മടക്കി പിടിക്കുക. ഇതിപ്പം കോട്ടൺ തുണി ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഇരിക്കും. അല്ലാത്ത തുണികളിലൊക്കെ ഒറ്റ ഒരു മടക്കി ചെയ്യുന്നതാണ് നല്ലത്. കാരണം രണ്ട് മടക്ക് നടക്കാൻ പോയ പ്രയാസമാണ്. അല്ല എങ്കിൽ രണ്ട് മടക്കി ഒന്ന് അടിച്ചു വിടണം. മെഷീനിൽ എങ്ങാനോ അടിച്ചു വിട്ടിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ മെഷീൻ അടുപ്പ് ഊരിക്കളയാവുന്നതാണ്. ശേഷം ഇങ്ങോട്ട് ചരിച്ച് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് മനസ്സിലായല്ലോ. ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അതിനൊരു നല്ല ഭംഗിയാണ്. കാണിക്കാം. അല്ലേ, ഇങ്ങനെ ചെയ്തു. ബാക്കി ഭാഗം കൂടി ഇങ്ങനെ മടക്കി നമ്മൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഷോളുകളുടെയൊക്കെ ഇപ്പോൾ ഷോൾ സാധാരണ നമ്മൾ പാൻസിൻ്റെ നിറമാണെങ്കിൽ അഥവാ ടോപ്പിൻ്റെ നിറത്തിൽ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്താൽ ഒരു എടുപ്പ് വരും കേട്ടോ. ഷോളിന് സാധാ പ്ലെയിൻ ഷോളുകളൊക്കെ ആണെങ്കിൽ തുമ്പൊക്കെ അടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ, തുമ്പെന്നല്ല ഫുള്ള് ചുറ്റും അടിക്കാൻ മെനക്കെടുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടും കേട്ടോ. ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ വയ്ക്കുക. എനിക്ക് ക്യാമറ ഈ വശത്തിരിക്കുന്നതുകൊണ്ട് കൈ എടുക്കാനൊരു പ്രയാസമായതുകൊണ്ടാണ് ഇത്ര ചെയ്യാനൊരു വാക്ക് കിട്ടാതിരുന്നത്. ബാക്കിലോട്ട് എടുക്കണമല്ലോ. നമുക്ക് മുന്നോട്ട് എടുത്തെടുത്ത് വിടുവാണെങ്കിൽ എളുപ്പമാണ് ചെയ്യാനേ. ക്യാമറ അവിടെ വെച്ചാലേ ഒട്ടും ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ, അതാണ് പ്രശ്നം. ഇത് ചെയ്തു. കണ്ടില്ലേ, ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്ത പോലെ ചെയ്ത് വിടാം. അത് കണ്ടില്ലേ, ഇങ്ങനെ ലോക്ക് ചെയ്ത് നമുക്ക് ഇപ്പം സാരിയുടെയൊക്കെ മുന്താണിയുടെ മാറ്റം നമ്മളിങ്ങനെ കെട്ടുന്ന സൈസ് അല്ല എങ്കിൽ വേണമെങ്കിൽ മടക്കി അടിക്കുന്നതിന് പകരം ഇങ്ങനെ ഫുള്ള് വേണമെങ്കിൽ ചെയ്താൽ ഒരു ഭംഗി വരുവേ. അപ്പം കൈത്തയ്യൽ തയ്ക്കാനുള്ളൊരു മെനക്കേടുള്ളതേ ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടും. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ് തുമ്പ് വശങ്ങൾ. അപ്പോൾ ലാസ്റ്റ് വശത്തും നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കെട്ടിടുകയോ ഇവിടെ നോർമലി കെട്ടിടുകയോ ചെയ്ത് നമുക്കിത് നിർത്താവുന്നതാണ്. ഇതുണ്ട്, ഇങ്ങനൊരു കെട്ടിട്ടാലും ഒട്ടും അറിയത്തില്ല, അങ്ങനെ കെട്ടിട്ട് നിർത്താവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാം. കഴിഞ്ഞ തവണ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ ആ വർക്കൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നല്ലോ, നേരിട്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചത് വീഡിയോ സൂം ചെയ്തപ്പോഴോ എന്തോ അത് സ്ക്രീനിൽ കാണത്തില്ലാതായി പോയായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു ചെയ്ത് തീർത്തത് കേട്ടോ. കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ ഫുള്ള് ചെയ്തപ്പോഴുള്ള ലുക്ക് ഇങ്ങനെയായിരുന്നേ. ഇനി നമ്മൾ അടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതും അതൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്. ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പം ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ലോങ് ആൻഡ് ഷോർട്ടിനും ഒരു ഗ്രീൻ കളറിലെ 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതും മറ്റുള്ള ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് ലൈനിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നു. നമ്മുടെ സാധാ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ലോങ് ആദ്യം ചെയ്തത്, അതേപോലെ തന്നെ ഒന്ന് കുത്തിയെടുത്തു, ഇങ്ങനെ എടുത്തു. ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ആ സ്റ്റാർട്ടിങ് സെയിം
അതേപോലെ തന്നെ കുത്തി. ഇത് നമ്മുടെ പോസ്റ്റ് അല്ല, മറ്റേ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടോ ആ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ സെയിം ചെയ്തു. പക്ഷേ രണ്ടാമത് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്ക് വെച്ച്, അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ 3 ലൈൻ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ആ നടുക്കത്തെ ഇതിൻ്റെ പകുതി നീളത്തിൽ, ഞാനിപ്പോൾ ലൈൻ ഇട്ടിട്ടില്ല, പകുതി നീളത്തിൽ അങ്ങ് ഒരു ഏകദേശം കണ്ടങ്ങ് കുത്തുന്നേ ഉള്ളൂ. അങ്ങനെ കുത്തി എടുത്തു. അപ്പോൾ ഒരു ലോങ് ഒരു ഷോർട്ട്, അതാണ് ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. പിന്നെ അടുത്ത് കുത്തുമ്പോൾ ലോങ് കുത്തി ഇനി നമ്മൾ ഷോർട്ട് കുത്തി കണ്ടോ. ഇനി അടുത്ത ലോങ് കുത്തും. ഇതിനെല്ലാം മേളിലോട്ടാണ് ത്രെഡ്. ഈ മേളിലോട്ട് ഇങ്ങനെ കിടന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ സൂചിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്ത് വിടേണ്ടി വരും. അതേസമയം ഇങ്ങനെ അങ്ങ് മേളിലോട്ട് ഇട്ട് വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്കങ്ങ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ. കണ്ടോ, ഇപ്പോൾ മനസ്സിലായത്? ലോങ് ആൻഡ് ഷോർട്ട് ഇങ്ങനെ പകുതി കണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇടയ്ക്കൂടെ ഒരു വരയും കൂടെ ഇട്ട് 3 വര ഇട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ നമ്മൾ വർക്കിലൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും നടക്കുകയല്ലോ. വർക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴത്തെ വര പോലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒറ്റ ഒരു ലൈനിൽ അങ്ങ് വരച്ച് അതിൽ കൂടെ എന്തെങ്കിലും അങ്ങ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഏകദേശം ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ ഇങ്ങനെ 2 ലൈൻ ഇട്ടൊക്കെ ചെയ്യാമെന്ന്. നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ കൂടെ അങ്ങ് വരച്ച് വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ താഴത്തെ നീളവും ഇടയ്ക്കത്തെ നീളവും ഒക്കെ ചെയ്ത് പോവുകയാണ് പറ്റത്തുള്ളൂ. വർത്തമാനം പറഞ്ഞൊരു ചരിഞ്ഞ് പോയത് കുത്തിയത്. അപ്പോൾ അല്ലേ ഇങ്ങനെ ഇതിപ്പം മനസ്സിലായല്ലോ. ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തതൊക്കെ പിന്നെ കാണിക്കാം. ഇതൊന്ന് ചെയ്ത് തീർത്തോട്ടെ ഞാൻ. ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത ഒരു പിക്ചറാണിത്. ഇത് കണ്ടില്ലേ, ഒരു ലോങ്ങും ഒരു ഷോർട്ടും, അങ്ങനെ ലോങ് ആൻഡ് ഷോർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ കാലും ചുണ്ടും ഞാൻ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്തത്. ബാക്കി ഫുള്ള് ലോങ് ആൻഡ് ഷോർട്ടിലാണ് ചെയ്തേക്കുന്നത്. ഇതൊരു റെഡിമെയ്ഡ് കുർത്തിയാണ്. ഇതിന് താഴ്വശത്ത് ഇത്രയും എംബ്രോയ്ഡറി വർക്ക് ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ നെക്കിൻ്റെ ആ പോർഷനിലൊന്നും എല്ലാം പ്ലെയിൻ ആയിട്ടാണ്, ഒരു ചെസ്റ്റിന് താഴേക്കായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ പോർഷനിൽ പ്ലെയിനായിട്ട് കിടക്കാതെ ഒരു സ്വല്പം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാമെന്നോർത്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ആ യെല്ലോ ത്രെഡ് ആഷ് ത്രെഡ് എനിക്കില്ല, അത് എൻ്റെ കയ്യിലില്ലായിരുന്നു സ്റ്റോക്ക്. യെല്ലോ ത്രെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ യെല്ലോയും ഇട്ടെന്ന് ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ ഇതൊന്ന് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു കഴുത്തിൻ്റെ അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു പോർഷനൊക്കെ നമുക്ക് റിങ് വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ചിട്ട് കട്ടിയുണ്ട്, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ച് ചെയ്യാനൊരു സൗകര്യമുള്ളതുകൊണ്ട് നമുക്ക് റിങ് വേണ്ട ആവശ്യമില്ല. ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വെറും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആയിരുന്നെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയായിരുന്നല്ലോ, എല്ലാം ഒരേ നീളത്തിലാണ്. ഇത് ഒന്നിടെ വിട്ട് നീളം കൂട്ടി കുറച്ചുമാണ് ചെയ്യുന്നത്. ഇച്ചിരി അകത്തിയാണ് ചെയ്യുന്നത്. ഒത്തിരി അടുപ്പിച്ച് ചെയ്താൽ എൻ്റെ ഒരു ഭംഗിയുണ്ടെങ്കിലും ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു മാച്ചിങ് താഴത്തേനുമായിട്ടൊന്ന് ആകാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി അകത്തി ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. താഴെ ഒരു 3 ലേസി ഡേയ്സി, നെക്കിന് ചുറ്റും ഷോർട്ട് ആൻഡ് ലോങ്ങും ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക് വർക്കുകൾ ചെയ്യും. ആപ്ലിക് വർക്കുകളുണ്ടല്ലോ, ഈ കട്ട് വർക്കുകൾ. ഇതേപോലെ ക്ലോത്ത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പീസ് വെട്ടിയിട്ട് അത് നമ്മുടെ ക്ലോത്തിൽ വെച്ച് അറ്റാച്ച് ചെയ്യുന്നതാണ് ആപ്ലിക് വർക്കുകൾ എന്ന് പറയുന്നത്. ആ ആപ്ലിക് വർക്കുകൾ നമ്മൾ ക്ലോത്തിലോട്ട്, സാരിയിലോട്ടാണെങ്കിലോ ചുരിദാറിലേക്കാണെങ്കിലോ എന്തിലേക്കാണെങ്കിലും അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ പീസുകൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് അടിച്ചെടുത്താണ്, മെഷീനിൻ്റെ സൈഡ് അടിച്ചൊരു ഇതാണ്. അല്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ആപ്ലിക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ, ചുരിദാറിൻ്റെയൊക്കെ നെക്കിലൊക്കെ വെച്ച് അടിക്കാൻ കിട്ടുന്ന ക്യാൻവാസ് നമുക്ക് ഏത് ഷേപ്പിലാണോ വെട്ടേണ്ടത്, അപ്പം ഒരു റൗണ്ട് ഷേപ്പിലാണ് ആപ്ലിക് വർക്ക് ചെയ്യണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്തുകൊണ്ട് ക്യാൻവാസ് വെട്ടുക. ക്യാൻവാസിനേക്കാളും നമുക്കൊരു വട്ടം കൂടുതൽ ഷേപ്പിൽ നമുക്ക് വെക്കേണ്ട തുണി വെട്ടുക. ശേഷം ആ ക്യാൻവാസിൽ വെച്ച് മറ്റേ നമ്മുടെ പുറത്ത് വെക്കേണ്ട ക്ലോത്ത് വെച്ച് അയൺ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ ആ മെറ്റീരിയൽ ഫിക്സ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്ജസ്സുകൾ ആ ക്യാൻവാസിൻ്റെ അടിയിലോട്ട് മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം അപ്പം ആ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുമല്ലോ, ആ പോർഷൻ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ഇതിപ്പോൾ ഞാൻ സൈഡ് വെറുതെ
ഇതിങ്ങനെ ഇടയ്ക്ക് വശത്തൂടെ ആ നല്ല നമ്മുടെ അടിയിലിരിക്കുന്ന ക്ലോത്ത് കാണാവുന്ന രീതിയിലായതുകൊണ്ട് വെക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് നമ്മുടെ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് സൈഡ് വശം മെഷീനിലൊന്ന് അടിച്ചെന്നേ ഉള്ളൂ. ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് വെട്ടിയതാണ്. സ്ക്വയർ ഷേപ്പ് നമ്മളിങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ അങ്ങനെയൊക്കെ ആകുമല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെട്ടിയതേ ഉള്ളൂ. വെട്ടിയത് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ക്ലോത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നല്ലോ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ ചെയ്ത് ശേഷം നമ്മൾ എത്ര ഉള്ളിലേക്ക് ആണോ ഈ ഇത്രയൊരു ഡിസ്റ്റൻസ് ശേഷം ഇതിൻ്റെ ടിപ്പിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ തയ്ച്ചു. അപ്പോൾ ഇത്രയും ആ ഒരു മൂല ഫിക്സായി. ശേഷം ഇത് ഞാൻ സാധാ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും, ഏത് ബ്ലാങ്കറ്റ് ഷോർട്ട് ലോങ് ആൻഡ് ഷോർട്ട് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം, ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് നമ്മൾ സാധാ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതല്ലേ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത്. അതപ്പോൾ ഒരേ ഡിസ്റ്റൻസ് വേണമെന്നേ ഉള്ളൂ. ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസിന് വ്യത്യാസം വന്നുപോയി. നമ്മൾ ചെയ്യുന്നതിന് ഒരേ ഡിസ്റ്റൻസ് വെച്ചാൽ അതിൻ്റെ ഒരു വൃത്തി വരുള്ളൂ. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ അടിച്ചതിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വരയൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് ആ ഒരു ഇതിൽ പോകാൻ പറ്റും. ഇതുണ്ടല്ലേ ഇങ്ങനെ നമ്മൾക്ക് ഈ ആപ്ലിക് വർക്ക് ഇവിടെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ മറ്റേ വേരിയേഷൻ മറ്റേ ലോങ് ആൻഡ് ഷോർട്ടോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചോ ഏത് വേണമെങ്കിലും വെച്ച് നമുക്ക് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വശം ഫിക്സായി. അപ്പോൾ ഇങ്ങനെ ചുറ്റും അടിച്ച് കഴിയുമ്പോൾ അത് ഫിക്സ് ആകാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചുമ്മാ അത് ഫുൾ അടിക്കുന്നില്ല, നമ്മുടെ വീഡിയോയിൽ നീണ്ടുപോകും. ഇനിയിപ്പം വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഞാനങ്ങ് നിർത്തി ക്ലോസ് ചെയ്യുവാണേ. ഇനിയിപ്പം ഞാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വേറെ ഒരു ഫ്ലവറിലൂടെ ചെയ്ത് കാണിക്കാം. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ നല്ല അടുപ്പിച്ചൊരു ഫ്ലവറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഔട്ട്ലൈൻ വരുന്നുണ്ട്. ആ ഫ്ലവറിനൊരു ഔട്ട്ലൈൻ വരും. ആ ഔട്ട്ലൈൻ വരുമ്പോൾ ആ ഫ്ലവറിന് പ്രത്യേക ഒരു എടുപ്പാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 3 ഇഴ ഇട്ടല്ല ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എടുത്തിരിക്കും. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ 3 ഇഴയ്ക്കല്ല 6 ഇഴയ്ക്കാണ്. ഇത് 3 ഇഴ ഇട്ടും ചെയ്യാം. 3 ഇഴ ഇട്ടതും 6 ഇഴ ഇട്ടതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്യാം. നല്ല മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഔട്ട്ലൈൻ വരും ഇതിന്. ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് ചെയ്യുമ്പോൾ ആ ഫ്ലവറിനൊരു ഔട്ട്ലൈൻ വരും. അന്നപ്പോൾ ഫ്ലവർ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് കാണിച്ചു തരാം. ആദ്യത്തെ ഇത് മാത്രം ഇങ്ങനെ വരും. ആദ്യത്തെ സ്റ്റിച്ച് മാത്രം നമുക്ക് ഇങ്ങനെ വരും. ശേഷം ഇത്ര ഇങ്ങനെ വരും. ഇങ്ങനെ കുത്തിയെടുത്ത് മനസ്സിലായല്ലോ. ശേഷം ഇനി ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇത് നമ്മൾ ഒരു ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലോത്ത് നല്ല ബലമുള്ളൊരു ക്ലോത്ത് ആയിരിക്കണം. എൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് തീരെ കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് നടുക്ക് ഭാഗത്തിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ വലിക്കുന്നിടം കുഴിവ് കീറി വരുന്ന പോലെ അങ്ങാകാം. ഇത് നല്ല കട്ടിയുള്ള ക്ലോത്തുകളിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇപ്പോൾ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ തന്നെ ആ പൂവിൻ്റെ ഒരു ഭംഗി മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയാണ്. ഒരു ഔട്ട്ലൈൻ, നല്ലൊരു ക്ലിയർ ഔട്ട്ലൈനോട് കൂടി ഒരു ഫ്ലവറിൻ്റെ പെറ്റലാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഞാൻ കാണിക്കാം. ഈ ഒരു ഫ്ലവർ ഇഷ്ടപ്പെടാത്ത ഒരു ഒറ്റ മനുഷ്യർ പോലും കാണാൻ. കാരണം ഇത്രയും അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്റ്റിച്ചിങ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ ഒത്തിരി അടുപ്പിച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതല്ലേ ഞാൻ പറഞ്ഞില്ലേ, കനം കുറഞ്ഞ തുണികളിലൊക്കെ ആകുമ്പം നടുക്ക് നമ്മളൊരു ഇച്ചിരി വലിച്ച പോലെ ചെയ്യുന്നതുകൊണ്ട് നടുക്ക് വശം വലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വല്പം ബലമുള്ള തുണികൾ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സെൻറ്റർ പോർഷനിലും വേറൊരു എംബ്രോയിഡറി ഇട്ട് ഫില്ല് ചെയ്യുമ്പോൾ അത് അത്ര അറിയത്തില്ലാതാകും. ഞാൻ ത്രെഡ് ഇച്ചിരി നീളത്തിൽ ഇട്ടത് കൊണ്ടാണ് ഇത്രയും കുരുങ്ങുന്നത്. ത്രെഡ് ഒത്തിരി നീളത്തിൽ ഇട്ടുന്ന ഉള്ള പ്രശ്നമാണ്. ഒന്നാമത് വലിച്ചെടുക്കാൻ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുമാണ്. ഇത് കണ്ടില്ലേ? ഒരു പെറ്റൽ. അപ്പോൾ ഇത് കണ്ടില്ലേ? ഞാനിപ്പോൾ 2 പെറ്റൽ ചെയ്തു. ഇത് ചെയ്യാൻ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ആർക്കെങ്കിലും ഒരു ഡൗട്ടുണ്ടോ? ഇത് കണ്ടില്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 6 ഇഴ എടുത്തേക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ ഈ ഫ്ലവർ
വരുന്നത്. അതേസമയം നമ്മൾ 3 ഇഴ വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഷെയ്ഡിങ് പോലെ വരുള്ളൂ. ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മുടെ ക്ലോത്ത് കാണാം, ഷെയ്ഡിങ് ആയിട്ടേ വരുള്ളൂ. 3 ഇഴ വെച്ച് ചെയ്തതും ഞാൻ നിങ്ങളെ കാണിക്കാം. 6 ഇഴ ചെയ്തപ്പോഴാണ് ഇത്രയും കട്ടിക്ക് കിട്ടിയത്. അതേസമയം ഇതേ ഫ്ലവർ 3 ഇഴ ചെയ്യുമ്പോൾ ഇത്രയും ഗ്യാപ്പുകൾ വരും, കണ്ടില്ലേ? 3 ഇഴ ചെയ്തപ്പോൾ ഉള്ള ഗ്യാപ്പുകൾ ഇത് ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്, 3 ഇഴ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൽ ചെയ്ത ചുരിദാർ ഞാൻ കാണിക്കാവേ. ഞാൻ ഇതേപോലെ 6 ഇഴ നൂലിൽ ചെയ്ത ഫ്ലവറാണ്. അപ്പോൾ ഇടയ്ക്ക് ഒട്ടും 6 ഇഴ നൂലിൽ ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ വരും. ഞാൻ ഫസ്റ്റ് ഇട്ടിരുന്ന ചുരിദാറിലെ ആ ഫ്ലവർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ആ ഫ്ലവറും ആ ലീഫും ചെയ്തിരിക്കുന്നത് സെയിം ഇതിൽ തന്നെയാണ്, ഫ്ലവറും ലീഫും. ഈ വർക്കിൻ്റെ വള്ളി നമ്മൾ ചെയ്തേക്കുന്നത് ചെയിൻ സ്റ്റിച്ചിലാണ്. ചെയിൻ സ്റ്റിച്ച് വള്ളിയും ആ ഡോട്ടുകൾ ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റിച്ചാണ്. ഇന്ന് നമ്മൾ ചെയ്ത വർക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ടൈപ്പ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുന്നത് സിമ്പിളാണ് ചെയ്യാവുന്നത്. അത് എന്നാൽ ഒത്തിരി യൂസുള്ള ഒരു സ്റ്റിച്ചുമാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അതിൻ്റെ യൂസുകൾ പലതും ഞാൻ കാണിച്ചല്ലോ. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ എല്ലാവരും വളരെ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു മോളൊക്കെ ആണെങ്കിൽ എന്നോട് നോട്ട് തരാമോ എന്ന് പോലും ചോദിച്ചു. നോട്ട് തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നോട്ട് ചോദിക്കാറുള്ളത്. നോട്ട് തരാമോ എന്ന് പോലും ചോദിച്ചു. ഇപ്പം ഞാൻ എങ്ങനെ നോട്ട് തരാൻ? നോട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇൻഡെക്സ് തയ്യാറാക്കി വയ്ക്കുക, അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ നോട്ടായിട്ട് കരുതിയാൽ മതി. നമുക്ക് കാര്യം അറിയാം. ഇപ്പം നമ്മൾ ഇതിനായിട്ട് ഫാഷൻ ഡിസൈനിങ് എക്സാം ഒന്നും ഇല്ലല്ലോ നോട്ട് എഴുതാനായിട്ട്. കാരണം നമ്മൾ ഇത് കാര്യം അറിഞ്ഞിരിക്കുക, അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ എപ്പോഴും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആർക്കും ഏത് സമയത്തും നമ്മളുടെ ഏത് ക്ലാസ്സും എടുത്ത് നോക്കി പഠിക്കാവുന്നതാണ്. സംശയങ്ങളുള്ളത് നോക്കി ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലാതെ നോട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ക്ലാസ് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഒരു മോർ എന്നുള്ള അവിടെ നോക്കുകയാണെങ്കിൽ താഴോട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ഡിസ്ക്രിപ്ഷൻ വരും. അവിടെ ക്ലാസ് 1, ക്ലാസ് 2 അങ്ങനെ ഓരോന്നിൻ്റെ ലിങ്ക് അതിൻ്റെ നേരെ എഴുതിയിട്ടുണ്ട്. ആ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോ 1ാമത്തെ ക്ലാസ് തൊട്ടുള്ള വീഡിയോകൾ വരും. അപ്പം അത് നോക്കി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.